ബുസ്താൻ 2K25 അസ്സബാഹ് സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡ് സ്റ്റുഡൻസ് വിംഗ് വിദ്യാർത്ഥികൾക്കായി ഡിസംബർ 27, 28 തീയതികളിൽ കോഴിക്കോട് കുളത്തറ കാലിക്കറ്റ് ഓർഫനേജിൽ വെച്ച് നടത്തിയ മദ്രസ മീറ്റിലെ ചില നേർക്കാഴ്ചകൾ. പ്രാർത്ഥിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അസ്സബാഹിന്റെ മുൻകാല ഭാരവാഹികളായിരുന്ന കൊണ്ട് വർത്തമാനം പറയുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ബ്രൗൺ ഫോക്സ് ജംപ്സ് ഓവർ ദ ലേസി. എനിക്ക് പറയാം, ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നില്ല. നേരത്തേക്ക് വന്ന് കുറെ കൂടുതൽ സംസാരിക്കുന്നവർക്ക് അത് നിസ്കാരത്തിനുള്ള സമയം ആയെന്നറിയൽ നാരാണ്. നാരങ്ങൾ ചൊല്ലുമ്പോഴോ വേണം മുസ്തഫ മാഷ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്നുള്ള വലിയ സന്ദേശമാണ് മായനായി നിങ്ങൾക്ക് തന്നത്. കാരണം എല്ലാ അനുഗ്രഹങ്ങളും തന്നത് ശരി. അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത്. ഉസ്താദിനെ ചെറിയ കോപ്പികളൊക്കെ ഇവിടെ ഉണ്ട്. ആവശ്യക്കാർക്ക് കൊടുത്തിട്ടാണ്. എത്തിയപ്പോഴും ഇവിടെയാണ് ഇബ്നു ബത്തൂത്ത എന്ന ലോകസഞ്ചാരി വന്നത്. തുറന്നു പറ, ആരാ നിന്റെ പിതാവ് എന്ന്. നമ്മുടെ കരീം സാർ ഉൾപ്പെടെയുള്ള സഭാവിന്റെ കരുത്തുറ്റ നേതാക്കളെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ. 2 ദിവസങ്ങളിലായി ഈ വർഷത്തെ പരിപാടി കാലിക്കറ്റ് ഓർഫനേജിൽ വെച്ച് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങളെ കൂടെ ആടാനും പാടാനും 2 ദിവസം ഞാനും നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. പരിമിതികളുമില്ലാതെ
അവൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസം നേടി അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളത് കർമ്മം കൊണ്ട് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മൾ ഈ പ്രവർത്തനങ്ങൾ സാധ്യമായവനായി തീർച്ചയായും മാതാവിന്റെ പ്രവർത്തകരാക്കി നിങ്ങൾ മാറ്റണം. വരും തലമുറക്കും നമ്മുടെ മുൻഗാമികൾ വിധിച്ച തണൽ. നിങ്ങൾക്കൊരു ഭവനം പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഓർഫനേജിനകത്ത് തന്നെ അസ്സബാഹിന്റെ ഒരു കേന്ദ്രം തുടങ്ങാൻ അവർ താല്പര്യം അറിയിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ചെറിയ നിലയിൽ ആരംഭിച്ച് ഇന്ന് ഒരു മഹാപ്രസ്ഥാനമായി മാറിയ ഈ അസ്സബാഹ് സൊസൈറ്റിയുടെ പ്രവർത്തനം മൂലം ഇന്ന് മുഖ്യധാരയിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. മകൾ ഫാത്തിമ അലി ഹൈദരിൻ പ്രിയ വിടർ ഫാത്തിമ ആജി ജോരോമാൻ അയം തിന്നു. നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ നബിയുടെ ഉമ്മ ആമിന ബീബി. നമുക്ക് തന്ന തൗഫീഖാണല്ലേ. എല്ലാ മാറ്റങ്ങളും പൂച്ചയാണോ? ഒന്ന് എല്ലാരും ഒന്ന് പൂച്ചയുടെ സൗണ്ട് ഉണ്ടാക്കിയേ. പിന്നെന്തിനാവോ തമ്മിൽ തമ്മിൽ ശങ്കു പിളർത്തുന്നു നമ്മൾ. ഒന്നു മറ്റൊന്നിനെ തൊട്ട് തലോടുമ്പോൾ എന്തു പഠിക്കണം നമ്മൾ. എന്തോരു